Welcome all. Now the fifth type of bar diagram is deviation or bilateral bar diagram. Deviation bar diagrams are used to represent net quantities, excess or deficit, that is net profit, net loss, net exports or imports, swings in voting, etc. Such bars have both positive and negative values. Positive values lie above the baseline and negative values lie below the baseline. Deviation ബാർസിൽ നമുക്ക് എക്സസും കാണിക്കാം ഡെഫിസിറ്റും കാണിക്കാം. എക്സസ് വരുമ്പം സീറോയുടെ മുകളിലായതുകൊണ്ട് തന്നെ ബേസ് ലൈനിന് മുകളിൽ എക്സ് ആക്സിസിന് മുകളിലായിട്ടായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഡെഫിസിറ്റ് വരുമ്പം അവിടെ ഒരു ലോസ് ആണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ വി പ്ലോട്ട് ദാറ്റ് ബൈ ബിലോ ദ ബേസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ താഴെയായിരിക്കും അത് നമ്മൾ ഡെഫിസിറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. For the following data, prepare a suitable diagram showing balance of trade. Given years, exports and imports. Year 1994 തൊട്ട് 99 വരെ കൊടുത്തിട്ടുണ്ട്. ആ വർഷങ്ങളിലെ എക്സ്പോർട്സും ഇമ്പോർട്സിന്റെയും ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്യൂട്ടബിൾ ഡയഗ്രാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ സ്യൂട്ടബിൾ ഡയഗ്രാം എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതേപോലെ തന്നെ എന്തിന്റെ ഡയഗ്രാം ആണ് വേണ്ടതെന്നൂടെ നോക്കുക. ഹിയർ prepare a suitable diagram showing balance of trade. ഇവിടെ ബാലൻസ് ഓഫ് ട്രേഡ് കൊടുത്തിട്ടേ ഇല്ല, പകരം കൊടുത്തിരിക്കുന്നത് എക്സ്പോർട്സിന്റെയും ഇമ്പോർട്സിന്റെയും കണക്കുകളാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബാലൻസ് ഓഫ് ട്രേഡ്. ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഓർ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് എക്സ്പോർട്സിന്റെയും ഇമ്പോർട്സിന്റെയും ഡിഫറൻസിനെയാണ്. സോ ഒരു കൺട്രിയുടെ എക്കോണമി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എക്കോണമിക്കൽ സ്ട്രെങ്ത് എത്രയുണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ബാലൻസ് നോക്കുന്നത്. സോ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് എക്സ്പോർട്സ് ആണ് കൂടുതലെങ്കിൽ, ഇമ്പോർട്ടിനെക്കാട്ടിൽ കൂടുതൽ എക്സ്പോർട്സ് ആണ് നടക്കുന്നതെങ്കിൽ we say that country have a surplus trade balance. And if imports is more, എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ്, അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുവാണെങ്കിൽ we say that is deficit. Deficit എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. സോ എക്സ്പോർട്ട് വാല്യൂ എത്രയാണോ അതിൽ നിന്ന് ഇമ്പോർട്ട് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. Hence we get trade balance. So here first we have to find out balance of trade. Here is it. Balance of trade എന്ന് പറയുന്നത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. സോ ഫോർ ഫസ്റ്റ് ഇയർ 1994-ന് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1994-ന്റെ കറസ്പോണ്ടിങ് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഇസ് 24 minus 9 which is 15 and everything is given in million rupees. So 15 means 15 million rupees ആണ് 1994-ലെ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത്. സിമിലർലി ബാക്കി എല്ലാ വർഷത്തിന്റെയും നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ബാലൻസ് ഓഫ് ട്രേഡ് ആണ് നമ്മുടെ അടുത്ത് ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ വി വാണ്ട് ഇയേഴ്സ് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ് ഇൻ ദ വൈ ആക്സിസ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ല നമുക്ക് വേണ്ടിയത്, ട്രേഡ് ബാലൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. So let's draw deviation bar diagram. Years ആണ് എക്സ് ആക്സിസിൽ വരുന്നത്. സോ ഇവിടെ 1994 to 1999. ഇവിടെ ഒരു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇത്. ദിസ് ഇസ് കോൾഡ് സാഗ് ലൈൻ, ZAG. സാഗ് ലൈൻ വരയ്ക്കുന്നത് സീറോയിൽ നിന്നും ഒരുപാട് ഡീവിയേഷൻസ് വരുവാണെങ്കിൽ, ഇങ്ങോട്ടുള്ളത് എല്ലാത്തിന്റെയും ഡിഫറൻസ് 1 വീതമേ ഉള്ളൂ, പക്ഷെ സീറോയിൽ നിന്നും ഒരുപാട് അകലെയാണ് 1994. ആ ഡീവിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. സെയിം വേ വൈ ആക്സിസിലെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാഗ് ലൈൻ യൂസ് ചെയ്യാം. ഇവിടെ പക്ഷേ ഈക്വൽ ഇന്റർവൽസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10-20 ഉപയോഗിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് 15, 23, -8, -10, -53 and -25. ഇതാണ് നമ്മുടെ വാല്യൂസ്. സോ അതിൽ ലാർജസ്റ്റ് വരുന്നത് -53 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഡീവിയേഷൻ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വരും, അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിന്റെ താഴേക്കും വാല്യൂസ് വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യണം, അതിനനുസരിച്ച് വേണം ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സോ ഇവിടെ മാക്സിമം -53 ആണ് വരുന്നത്, ലീസ്റ്റ് വാല്യൂ വരുന്നത്. സോ അതിനനുസരിച്ചുള്ള ഒരു സ്കെയിൽ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. I take 10 divisions equals 10 million rupees. സോ 1 ഡിവിഷൻ എത്രയായിരിക്കും? 10 divisions 10 million rupees ആണെങ്കിൽ 1 ഡിവിഷൻ എന്ന് പറയുന്നത് 1 million rupees ആണ്. 10 million rupees ഞാൻ 10 എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ നമ്മൾ 1 മാർക്ക് ചെയ്യുമ്പോൾ 1, 2, 3 up to 10th ഡിവിഷൻ വരുമ്പോഴാണ് 10 ആവുന്നത്.
So plot ചെയ്യാം. First one 1994 നേരെയുള്ളത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് 15 million rupees ആണ്. സോ 15 ഇവിടെ 10 ഉം 20 ഉം ഉണ്ട്. സോ 15 എവിടെയായിട്ട് വരും? 10ന്റെയും 20യുടെയും കൃത്യം നടുക്ക് അഞ്ചാമത്തെ വരയിലാണ് 15 വരുന്നത്. സോ അതിന് നേരെ നമ്മൾ ബാർ വരയ്ക്കും. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. 10ന്റെയും 20യുടെയും മിഡിൽ പോയിന്റിലാണ് 15 വരുന്നത്. സോ 15 പ്ലോട്ട് ചെയ്തു. 1994 പ്ലസ് 15 ആയതുകൊണ്ടാണ് എക്സ് ആക്സിസിന് മുകളിലായിട്ട് വന്നത്. നെക്സ്റ്റ് വൺ 23, ദാറ്റ് ഈസ് ഓൾസോ സർപ്ലസ്, പ്ലസ് ആണ്. സോ 23 ഇവിടെ എവിടെയായിട്ട് വരും? 20 ഉണ്ട്, 30 ഉണ്ട്. 20ക്കും 30ക്കും ഇടയിലാണെന്നറിയാം. ഓരോ ഡിവിഷൻസും 1 million rupees ആണ്. സോ 23 million അവിടെ വരും. 20 കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യൂണിറ്റ് സ്കെയിലിലെ മൂന്നാമത്തെ വര നോക്കുക, അതിന് നേരെ മാർക്ക് ചെയ്യുക. This is the bar diagram for 1995. 1996 തൊട്ട് അങ്ങോട്ട് ഡെഫിസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇയർ മാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിലാണ്, എക്സ് ആക്സിസിന്റെ മുകളിലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ബാർസ് വരുന്നത് എക്സ് ആക്സിസിന്റെ താഴെയാണ്, ഡെഫിസിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ -8 എവിടെ വരും? 0ക്കും -10നും ഇടയിലാണ് -8 വരുന്നത്. 0, -1, -2, -3, -4, -5, -6, -7 and -8. സോ എത്രാമത്തെ യൂണിറ്റിലാണ്? 8th യൂണിറ്റിലാണ് -8 വരുന്നത്. അല്ലെങ്കിൽ -10 എടുക്കുക, അതിൽ നിന്നും 2 യൂണിറ്റ് പുറകിലോട്ട് എടുത്താലും മതി. ബോത്ത് ആർ സെയിം. സോ -8 എവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. -8 ലെങ്ത് ഉള്ള ബാർ വരയ്ക്കാം. 1996. Now for 1997 it's -10. -10 എളുപ്പമാണ്. -10 directly ഉണ്ട് നമുക്ക്. So this is it. Now 1998 is -53. -53 എവിടെയായിട്ട് വരും? -50ക്കും -60ക്കും ഇടയിലാണ്. -50 കഴിഞ്ഞ് മൂന്നാമത്തെ യൂണിറ്റിലായിരിക്കും -53 വരും. Here is -53. Now last one for 1999, it's -25. എവിടെ വരും? -20ക്കും -30ക്കും ഇടയിലാണ് -25. -20യുടെയും -30യുടെയും മിഡിൽ പോയിന്റിലാണ് -25 വരുന്നത്. So this is the deviation bar diagram for the trade balance.